രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കെ വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളം ഞെട്ടുന്ന വാർത്തയുടൻ ഉണ്ടാകുമെന്നാണ് കോഴിക്കോട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. തീക്കൊള്ളികൊണ്ടാണ് CPM തലചൊറിയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് യുവമോർച്ചയ്ക്ക് കാളയുമായി വൈകാതെ മാർച്ച് നടത്തേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു ഭയവുമില്ല എന്നാണ് MV ഗോവിന്ദന്റെ മറുപടി. CPM-ല് ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. ഞങ്ങൾക്ക് അതിനൊക്കെ അഭിമുഖീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. CPM-ന് ഒരു ഭയവുമില്ല, ഉറപ്പാണ്. ഒരു ഭയവും CPM-നില്ല. എന്താണ് വാർത്ത എന്ന ചോദ്യം ഉയരുകയാണ്. സിനോജ് തോമസ്, ആർ ഷിബാൽ, ഇക്ബാൽ അറക്കൽ എന്നിവരുണ്ട്. ആദ്യം സിനോജിലേക്ക്. കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് വി ഡി സതീശന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. സിനോജ്, തീക്കൊള്ളി കൊണ്ട് CPM തലചൊറിയുന്നു, BJP-ക്കും മറുപടിയുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഏത് ചോദ്യത്തിനോടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്? സിനോജ്. സ്മൃതി, അതായത് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ വിഷയം ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണ പരാതിയിൽ അതിൽ സംഘടനാ തലത്തിൽ എടുക്കാൻ കഴിയുന്ന എല്ലാവിധ നടപടികളും എടുത്തു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്രയും ദിവസം എങ്ങനെയാണോ BJP-യും CPM-ഉം കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്, അതേ നാണയത്തിൽ തന്നെ BJP-യെയും CPM-നെയും കടന്നാക്രമിക്കാൻ വേണ്ടി കോൺഗ്രസ് വ്യക്തമായി നിലപാടെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ട് CPM-ന് നേരെ സംസാരിച്ചിരിക്കുന്നത്. ഭീഷണിയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയൊരു വാർത്ത, കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വൈകാതെ വരും. CPM അങ്ങനെ അങ്ങ് കളിക്കേണ്ട എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. വൈകാതെ വലിയൊരു വാർത്ത കേരളം കേൾക്കും. ഒപ്പം തന്നെ ആരോപണ വിധേയരായ മന്ത്രിമാരുണ്ട്, റേപ്പ് കേസിൽ പ്രതികളായ MLA-മാരുണ്ട്. അവരെയൊക്കെ തന്നെ പുറത്താക്കിയിട്ട് ആദ്യം ഞങ്ങൾ വിമർശിക്കാൻ വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് വി ഡി സതീശൻ CPM-ന് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP-ക്ക് നേരെയും അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇന്നലെയാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി മാർച്ച് നടത്തിയത്. ആ കാളയെ വിട്ടുകളഞ്ഞേക്കരുത്, BJP ഓഫീസിൽ തന്നെ കൊണ്ടുപോയി കെട്ടുക, അധികം വൈകാതെ രാജീവ് ചന്ദ്രശേഖരന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുപോയി കെട്ടി മാർച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള അവസരം ഞാൻ തന്നെ BJP-ക്ക് ഒരുക്കി നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായ പ്ലാനോട് കൂടി തന്നെ BJP നേതാവിനെതിരെയോ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെയോ അല്ലെങ്കിൽ CPM നേതാവിനെതിരെയോ കൃത്യമായ ഒരു തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ശേഖരിച്ചിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയുമായി സാമ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാതിയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തെളിവ് സഹിതം ശേഖരിച്ചു വച്ച ശേഷമായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം, ഭീഷണിയും ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വൈകാതെ തന്നെ ഈ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തേക്ക് വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ്